ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇതാണ് എൻ്റെ ഫസ്റ്റ് വ്ളോഗ്. വണ്ടി വരുന്നു ഗൈസ്. വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. അപ്പോൾ ഇന്നാണ് എൻ്റെ പുതിയ വീഡിയോ എന്ന് വെച്ചാൽ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ഗൈസ്. അപ്പോൾ ഞാൻ തന്നെ പ്രണവ് ഗൈസ്. അപ്പോൾ ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ പ്രണവ് വ്ളോഗ്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ഈ വ്ളോഗ് ചാനലാണ് ഗൈസ്. അപ്പോൾ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽ വ്ളോഗ്സ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്, പിന്നെ യുവമാരെ കൂടെ പോകുന്ന വ്ളോഗ്സ് ഇടും ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ വ്ളോഗിങ് കണ്ടന്റ്. ഫസ്റ്റ് വ്ളോഗ് എൻ്റെ ഹോം ടൗൺ കാണിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ നീരജ് ബ്രോ ഉണ്ട്, എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ വന്നതാണ് ഗൈസ്. അപ്പോൾ ഇവർ സ്പോർട്സ്മാൻ ആണ് ഗൈസ്. അതിനെ കുറിച്ച് ഗൈസ് അങ്ങനെയൊന്നുമില്ല ഗൈസ്, വെറുതെ വ്ളോഗ് എടുക്കാൻ വെറുതെ ചുമ്മാ. അപ്പോൾ ഇവൻ 8-ാം തീയതി ഒരു ഓട്ട മത്സരമുണ്ട് ഗൈസ്. അപ്പോൾ അതെവിടെ വെച്ച്? അത് വന്ന് നമ്മളെ അണ്ണാ സ്റ്റേഡിയത്തിൽ. സോ അതിന് വേണ്ടി ബ്രോ വന്ന് പ്രാക്ടീസ് എടുക്കാന്നൊക്കെ വന്നിരിക്കുന്നത്. ഷോർട്സും ഷൂ ഒക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇവൻ്റെ ഇതും കാണാം, ഹോം ടൗണിൻ്റെ ഒരു ഇതും കാണാം ഗൈസ്. അപ്പോൾ കാണാം. വെൽക്കം വരാം. അപ്പോൾ നമ്മൾ ഹോം ടൗൺ വന്നിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മൾ അരുവിക്കര. അത് ഇനിയൊരു വീഡിയോ കാണിക്കാം. അപ്പോൾ നീരജ് ബ്രോ കമോൺ, അരുവിക്കരയെ കുറിച്ച് പറയാൻ നിനക്ക് എന്താണുള്ളത് ഗൈസ്? ഗൈസ് അങ്ങനെയൊന്നുമില്ല, നല്ല അടിപൊളി പ്ലേസ് ആണ്. ഫോട്ടോഷൂട്ട് അങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാൻ ബെറ്റർ പ്ലേസ് ആണ്. നമ്മളെ ഹോം ടൗൺ ആണ് ഗൈസ്. ഇവൻ്റെ ഇവിടെ അവിടെ എൻ്റെ ഇവിടെ കുറച്ച് അങ്ങോട്ട്. അപ്പോൾ നമ്മള് വരുന്ന ഗൈസ് വണ്ടി ഇറങ്ങും ഗൈസ്. അപ്പോൾ നമുക്ക് പറയാം, പലതും പറയാനുണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ വരുന്നതിന് എപ്പോഴെങ്കിലൊക്കെയാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് ആവശ്യമില്ല ഗൈസ്, നമ്മൾ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. കുറേ എടുത്തിട്ടുണ്ട് ഇവിടെ വെച്ച്. കുറേ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് പോസ്റ്റ് റീൽസ് ഒക്കെ എനിക്ക് എടുത്തണം ഇവൻ തന്നെ ഗൈസ്. അവൻ എനിക്ക് അങ്ങനെ എനിക്കെടുത്തില്ല ഗൈസ്. എല്ലാം അങ്ങനെ ഒന്നുമില്ല ഗൈസ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമാണ് ഞാൻ മെൻഷൻ ചെയ്യാൻ, നിങ്ങൾ പോയി കാണുക. അപ്പോൾ എൻ്റെ ഫോളോവേഴ്സ് ആയിട്ട് നിങ്ങളുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്ത് പിന്നെ എന്നെക്കാളും കൂടുതൽ ഫോളോസ് അല്ല അങ്ങനെയല്ല ഗൈസ്. നമുക്ക് ആ പബ്ലിസിറ്റി ഒന്നുമില്ല ഗൈസ്. നമ്മൾ അരിക്കര വന്നിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മൾ അരിക്കര. പക്ഷേ ഗൈസ് അപ്പോൾ വ്ളോഗ് എടുക്കണമെന്ന് അത്ര അറിയില്ല ഗൈസ്. ഇപ്പോൾ എടുത്ത് പഴകണതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇടുന്തോറും പഴകും. പുതിയ പുതിയ വീഡിയോ വരുമ്പോൾ ബെറ്ററായിട്ട് വരാം. അതേപോലെ എഡിറ്റിങ് അത്ര അറിഞ്ഞതുപോലെ വരും ഗൈസ്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു റെഡിയായി വരുമ്പോൾ സെറ്റ് ആവും ഗൈസ്. പീസ്ഫുൾ റോഡാണ് ഗൈസ്. എന്നുവെച്ചാൽ ഇവിടെ ചുറ്റും നിങ്ങൾക്ക് കാണാം ഗൈസ്. ഇവനെന്തോ പറ്റി ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. നീരജ് ബ്രോ, എൻ്റെ സ്പോർട്സിനെ കുറിച്ച് പറ ഗൈസ്. പറ ബ്രോ. സോറി, നീ എന്തിനാണ് ഇവൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഫാൻസ് ഒന്നുമില്ല, ചുമ്മാ ഒരു വീഡിയോ കിടക്കുന്ന പണിയെടുത്തായിട്ടുണ്ടോ ഗൈസ്? എടുത്തു കൊടുത്ത ഞാനില്ലേ ഗൈസ്? പറ, ഞാനിലെടുത്തെന്ന് പറ. ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളല്ല ആരോ ബൈക്ക്. പക്ഷേ ഇത് ഇപ്പോൾ വേണ്ട, ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ജമ്മ്, നമ്മളെ ചെറുപ്പകാലത്തുള്ള ജമ്മ് ഗൈസ്. പക്ഷേ ഞാൻ അത് വിറ്റു. ഇതെൻ്റെതല്ല, വേറെ ആരതോ വിറ്റ ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഓട്ടിക്കാൻ തോന്നൂലേ എന്ന്. പക്ഷേ ഇപ്പോൾ ആരതെന്ന് അറിഞ്ഞൂടെ ഗൈസ്. പക്ഷേ ഇതെല്ലാം ഒരു കാലത്തിൽ എന്ത് പറയാൻ ഗൈസ്. കാണാം ബ്രോ. നീരജ് എന്തേലും പറയണ്ടാ? അവൻ ഫുൾ അത്ലറ്റ് ഗൈസ്. ഇപ്പോൾ അവൻ 8-ാം തീയതിയുള്ള കോമ്പറ്റീഷന് പ്രിപ്പയറിങ് ഗൈസ്. നോക്കൂ ഗൈസ്, അവൻ്റെ നമ്മളിവിടെ വ്ളോഗ് എടുക്കണം. ഇതാണ് അരുവിക്കര. ഒരു കണ്ടന്റ് കൂടെ പറയാൻ പറഞ്ഞു. അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി ഫിറ്റ്നസ് കണ്ടന്റും ഉണ്ട്. ഒന്നുമില്ല, പക്ഷെ നമുക്ക് പോയി സെറ്റാക്കാം. അപ്പോൾ ഇവനെ ഞാൻ പല വർഷം കൊണ്ട് വിളിക്കുന്നത് ഗൈസ് ജിമ്മിൽ. പക്ഷെ ഇവൻ പറഞ്ഞില്ല. എന്താണ് കാരണം ഗൈസ്? നമുക്ക് ജിം വേണ്ട ഗൈസ്, നാച്ചുറൽ. ജിമ്മിൽ എന്തൊരു നാച്ചുറൽ? നമ്മൾ പ്രോട്ടീൻ എടുത്താൽ ഓക്കെ, പ്രോട്ടീൻ അല്ല സ്റ്റെറോയിഡ്സ് എടുത്താൽ ഓക്കെ, നാച്ചുറൽ ഇല്ല എന്ന് പറയാം. അതല്ല ഗൈസ്, നാച്ചുറൽ ഫിറ്റ്. നാച്ചുറൽ ഫിറ്റ് എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോയാൽ നാച്ചുറൽ തന്നെ ബ്രോ. നമ്മൾ ഇവിടെ പുഷപ്പ് എടുക്കണത് അവിടെ പുഷപ്പ് എടുക്കണത് ഒന്ന് തന്നെ. പക്ഷെ അവിടെ വെയിറ്റ് ഉണ്ട്, നമുക്ക് അത് വെച്ച് ഡെവലപ്പ് ആവാം. അതിലും നാച്ചുറൽ ഇല്ലാത്തെന്ന് പറയുമ്പോൾ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ഇല്ല എന്ന് പറയാം. ജിം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഇവനെ കമന്റിലിട്ട് ഇതാക്കൂ. ജിം ഫിറ്റ്നസ് കണ്ടന്റും ഉണ്ട് ഗൈസ്. ഞാൻ ജിമ്മിൽ പോകും ഗൈസ്. പോണു. ഫസ്റ്റ് വ്ളോഗ് കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് പോണില്ല, ജസ്റ്റ് ഇവിടെ വെച്ച് നിർത്താം. പിന്നെ ഇവൻ്റെ കുറേ കലാപരിപാടികൾ ഇവരിടാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി പ്രാക്ടീസ് ആകുമ്പോൾ സെറ്റാവും ഗൈസ്. അത് ഓക്കെയാണ്, സെറ്റാവും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വേണം. പ്ലീസ് സബ്സ്ക്രൈബ് പ്രണവ് വ്ളോഗ്സ്. പിന്നെ ബെല്ലടിക്കാൻ സമയമൊന്നും ആയില്ല, അത്രയ്ക്ക് ഫോളോവേഴ്സ് ഒന്നും ആയില്ല, സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല. ഞാൻ പോലും സബ്സ്ക്രൈബ് ഇല്ല.
അത്രയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല ഗൈസ്. നമുക്ക് താന്ന് പോരാ. ഇനി അടുത്ത ഇവനാണ്. ഇവൻ വാമപ്പ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവൻ ഓടാൻ പ്ലാൻ ഉണ്ട്. 100 മീറ്റർ എന്ന് പറയുമ്പോൾ ഈ പോസ്റ്റിന് അതായിരിക്കുന്നത് സെക്കൻഡ് പോസ്റ്റ് ഇരിക്കില്ല ഗൈസ്. അതാണ് നമ്മൾ 100 മീറ്റർ എന്ന് ഒരു കരുത്ത് കണിപ്പിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. സോ 100 മീറ്റർ ഓടാനാണ് പ്ലാൻ. നിങ്ങൾ കമന്റിൽ പറ ഗൈസ്, അത്രയും വരുമോ അറിഞ്ഞില്ല. നമുക്ക് അറിഞ്ഞൂടെ ഗൈസ്. നമ്മളൊരു ഇതിൽ അങ്ങനെയാണ്. അപ്പോൾ ഇവ 100 മീറ്റർ ഇതിലാണ് അവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്ര സെക്കൻഡ്സ് ഓടണം നമുക്ക് നോക്കാം. ഉസൈൻ ബോൾട്ടിൻ്റെ സാധന മുറിയടിക്കും എന്നെങ്കിൽ നോക്കാം. അതാ നിൽക്കണു. അപ്പോൾ നമുക്ക് അവനെ വിളിക്കാം. അതിനു മുമ്പേ ടൈം ഓൺ ചെയ്യണം ഗൈസ്. അപ്പോൾ കാണാം ഗൈസ്. നമുക്ക് ഓൺ ചെയ്യാം. വന്നു ഗൈസ്. യെസ് ഗൈസ്, അവൻ വന്നിട്ടുണ്ട് ഗൈസ്. അവൻ ഉസൈൻ ബോൾട്ട് റെക്കോർഡ് എടുത്തില്ല. സോ 10 പുള്ളി 50 സെക്കൻഡ്സിലാണ് വന്നിട്ടുണ്ട് ഗൈസ്. നല്ല ഒരു ഇതാണ്. അപ്പോൾ പണ്ട് എത്ര പണ്ട് തട്ടിലെത്ത് ഫാം പോയി എന്നാണ് വിചാരിച്ചത്. ഉണ്ട്. അപ്പോൾ നമ്മളെ വ്ളോഗ്സ് ഇതാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഇവൻ്റെ ഓട്ടം കഴിഞ്ഞു. ഇനി വേറെ എന്താ ഉണ്ടാകാ അറിയുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ വ്ളോഗ് വരുന്ന വീഡിയോസിൽ അടുത്ത നല്ല കണ്ടന്റ് വരുന്നതായിരിക്കും ഗൈസ്. അതാണ് ഗൈസ്. അപ്പോൾ വ്ളോഗ് എടുത്ത് വരണതേ ഉള്ളൂ. പഴക്കമൊന്നും ഇല്ല ഇതിനു മുമ്പേ. അപ്പോൾ എടുത്തെടുത്ത് വരുമ്പോൾ സെറ്റ് ആവും ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ബെല്ലടിക്കാൻ ഒന്നും സമയമായില്ല ബ്രോ. കുഴപ്പമില്ല, ഇപ്പോഴും അടിച്ചു കൊടുക്കാം. അപ്പോൾ കാണാം വ്ളോഗ്സ്.